ഹലോ ഓൾ, വെൽക്കം ടു ഒപ്റ്റിമൽ ഹെൽത്ത്. എൻ്റെ പേര് രാഘവൻ, സ്ഥലം കോഴിക്കോടാണ്, ഒരു വെൽനസ് ഓൺട്രപ്രണർ. നമ്മൾ ഇവല്യൂഷൻ ഓഫ് ഡയബറ്റീസിൻ്റെ സീരീസാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാർട്ട് 4 വീഡിയോ ആണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ പാർട്ട് 1 and 2 3 നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് പാർട്ട് 4 എന്ന് പറയുന്നത്. പാർട്ട് 3 നമ്മൾ കണ്ടതാണ് ഗ്ലൂക്കോസ് മെറ്റബോളിസത്തെ കുറിച്ച്. എന്തുമാത്രം ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ശരീരം നമ്മൾ കഴിക്കുന്ന ആഹാരം എനർജി ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നു, ആ കപ്പാസിറ്റിനെയാണ് ഗ്ലൂക്കോസ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഹയർ ദ ഗ്ലൂക്കോസ് മെറ്റബോളിസം, ലോവർ ദ ചാൻസ് ഓഫ് ടൈപ്പ് 2 ഡയബറ്റീസ്. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ 2 ടേംസിനെ കുറിച്ച് നമ്മൾ ശരിക്കും പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ആൻഡ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. എന്താണ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി? നമ്മുടെ മെയിൻ ഫുഡ് സോഴ്സ് എന്താണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ രാവിലെ കഴിക്കുന്നതും ഉച്ചയ്ക്ക് കഴിക്കുന്നതും വൈകിട്ടും രാത്രി കഴിക്കുന്നതും നമ്മൾ മെയിൻ സോഴ്സസ് ഒരു 80% നമ്മളെ മെയിൻ ഫുഡ് സോഴ്സ് എന്ന് പറയുന്നത് അന്നജാഹാരമാണ്, കാർബോഹൈഡ്രേറ്റ് ആണ്. രാവിലെ കഴിക്കുന്നത് വെളുത്ത ദോശ, വെളുത്ത ഇഡ്ഡലി, വെളുത്ത അപ്പം. ഉച്ചയ്ക്ക് കഴിക്കുന്നത് വെളുത്ത ചോറ്, വൈകുന്നേരം ചായൻ്റെ കൂടെ ബിസ്ക്കറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊരിക്കടികളോ. രാത്രി ഒരു പക്ഷേ ചോറ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ചപ്പാത്തി ആവാം, അല്ലെങ്കിൽ വെളുത്ത പുട്ട്, വെളുത്ത അപ്പം, വെളുത്ത പൊറോട്ട, അല്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മൾ മെയിനായിട്ട് 80% നമ്മൾ ആശ്രയിക്കുന്ന അന്നജാഹാരമാണ്. അപ്പോൾ ഈ അന്നജം നമ്മൾ പറഞ്ഞു, അന്നജം വിൽ ഡിസിൻറ്റിഗ്രേറ്റ് ഇൻറ്റു കാർബോഹൈഡ്രേറ്റ്, ഗ്ലൂക്കോസ് ആയിട്ട് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുന്നു. ഈ ഗ്ലൂക്കോസിനെ ഇൻസുലിൻ പാർട്ടിക്കിൾ ക്യാരി ചെയ്ത് അതാത് കോശത്തിലേക്ക് എത്തിക്കുന്നു. ആ കോശത്തിൻ്റെ പുറത്തൊരു ഇൻസുലിൻ റിസപ്റ്റാർ ഉണ്ടെന്ന് നമ്മൾ കണ്ടു പാർട്ട് 2 വീഡിയോയിൽ. ഈ ഇൻസുലിൻ റിസപ്റ്റാറും ഇൻസുലിൻ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു ലോക്ക് ആൻഡ് കീ മെക്കാനിസമാണ്. ഈ ഇൻസുലിൻ എന്ന് പറയുന്ന താക്കോല് കൊണ്ട് റിസപ്റ്റാർ എന്ന് പറയുന്ന പൂട്ട് തുറക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഗ്ലൂക്കോസ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഇൻസുലിനും ഇൻസുലിൻ റിസപ്റ്റാറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് വളരെ കീ. ഇതിനെയാണ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇൻസുലിൻ, ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഇൻസുലിൻ റിസപ്റ്റാർ ആൻഡ് ഇൻസുലിൻ. ദ ബെസ്റ്റ് ദ കമ്മ്യൂണിക്കേഷൻ, ദ ബെസ്റ്റ് ദ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി. നന്നായിട്ട് ഇൻസുലിൻ റിസപ്റ്റാറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഹൈ ആയിരിക്കും, ഗ്ലൂക്കോസ് മെറ്റബോളിസം ഹൈ ആയിരിക്കും, എനർജി ലെവൽസ് ഹൈ ആയിരിക്കും. ഇത് കുറയും തോറും ഇൻസുലിനും ഇൻസുലിൻ റിസപ്റ്റാറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ താക്കോല് കൊണ്ട് ഈ പൂട്ട് തുറക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഈ കോശങ്ങൾ ഫെഡപ്പ് ആവും. ഈ ഫെഡപ്പ് ആവാനുള്ള കാരണം എന്താ? നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രി കഴിക്കുന്ന മൊത്തം അരി ഭക്ഷണങ്ങളോ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ചോറും ചപ്പാത്തിയും പുട്ടും ദോശയും പൊറോട്ടയും ആപ്പവും ഇഡ്ഡലിയും ആയിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കുന്നത്. ടൂ മച്ച് ഓഫ് വൈറ്റ് ഗ്രെയിൻസ്, തവിടും ബി വൈറ്റമിൻസും എല്ലാം കളഞ്ഞിട്ട് ടൂ മച്ച് ഓഫ് എംപ്റ്റി സ്റ്റാർച്ച് കഴിക്കുന്ന സമയത്ത് നമ്മളെ കോശങ്ങൾ ഫെഡായി പോവും. നമ്മൾ ഇൻസുലിൻ റിസപ്റ്റാർസ് ടയേർഡ് ആവും. അപ്പോൾ ഇൻസുലിൻ റിസപ്റ്റാർക്ക് ഇൻസുലിനെ പ്രോപ്പറായിട്ട് തിരിച്ചറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇൻസുലിൻ സെൻസിറ്റിവിറ്റി താഴ്ന്നു വരുന്നുണ്ടാവും, ഇൻസുലിന് കോശങ്ങളോടുള്ള വിരക്തി കൂടുന്നുണ്ടാവും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ എനർജി ലെവൽസ് കുറഞ്ഞു വരുന്നുണ്ടാവും. ഈ ഒരു അവസ്ഥേനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ ടൂ മച്ച് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ സിറ്റുവേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശരീരം കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങും. കാരണം എന്താ? ഈ പറയുന്ന ഇൻസുലിൻ റിസപ്റ്റാർക്ക് ഇൻസുലിനോടുള്ള വിരക്തി കൂടി തുടങ്ങും. സ്നേഹക്കുറവുണ്ടാവും, വിരക്തി കൂടി തുടങ്ങും. വിരക്തി കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അൾട്ടിമേറ്റ് കൾപ്രിറ്റ് ആരാ? ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ ഗ്ലൂക്കോസ് എവിടെ അടഞ്ഞു കൂടും? ഗ്ലൂക്കോസ് കോശത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. ഗ്ലൂക്കോസ് നമ്മൾ ബ്ലഡിൽ അടഞ്ഞു കൂടുന്നുണ്ടാവും. ഇതിനെ കൂടുതൽ മെറ്റബലൈസ് ചെയ്യാനായിട്ട് ഈ ബ്ലഡിൽ കൂടുതലായിട്ട് ഗ്ലൂക്കോസ് അടഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലൂക്കോസിനെ കോശത്തിൻ്റെ അകത്തേക്ക് എത്തിക്കാനായിട്ട് ബ്രെയിൻ വീണ്ടും ഇൻഫർമേഷൻ കൊടുക്കും. പോരാ, ഇൻസുലിൻ ഉൽപ്പാദനം കുറവാണ്, നേരെ പാൻക്രിയാസിന് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ടാവും. പാൻക്രിയാസ് വിൽ സ്റ്റാർട്ട് പ്രൊഡ്യൂസിങ് മോർ ആൻഡ് മോർ ഇൻസുലിൻ. ഈ പറയുന്ന ഇൻസുലിൻ വീണ്ടും പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കും. കുറേയൊക്കെ ഇൻസുലിൻ ഗ്ലൂക്കോസ് പാർട്ടിക്കിളിനെ കോശത്തിനകത്തേക്ക് എത്തിക്കും. കുറേ ലോക്ക് ആൻഡ് കീ മെക്കാനിസത്തിൽ അപാകതകൾ ഉണ്ടാവും. ഇൻസുലിൻ റിസപ്റ്റേഴ്സും ഇൻസുലിൻ തമ്മിൽ അപാകതകൾ ഉണ്ടാവും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഹൈ ആയി വരുന്നുണ്ടാവും. വീണ്ടും പാൻക്രിയാസിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കും, ഗ്ലൂക്കോസ് ഹൈ ആണെന്ന് പറഞ്ഞിട്ട്. വീണ്ടും പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങും. വീണ്ടും കുറേ ലോക്ക് ആൻഡ് കീ മെക്കാനിസത്തിൽ അപാകതകൾ വരും. ഈ പ്രോസസ്സ് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതിനെയാണ് ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്നത്. ഈ പറയുന്ന ഇൻസുലിൻ സെൻസിറ്റിവിറ്റിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഹൈപ്പർ ഇൻസുലിനീമിയയുടെ ടൈമിലോ നമ്മളെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഒരു പക്ഷേ നോർമലായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഇപ്പം അതായത് ഈ ഒരു സിറ്റുവേഷനിൽ പോലും നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ 100 താഴെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ പ്രമേഹമില്ല എന്നുള്ളതാണ്. പക്ഷേ
നമ്മൾ അറിയുന്നില്ല പാവം ഇൻസുലിൻ റെസിസ്റ്റൻസിലാണ് നമ്മൾ ഉള്ളതെന്നും നമ്മൾ ഹൈപ്പർ ഇൻസുലിനീമിയ, നമ്മളെ ശരീരം കൂടുതലായിട്ട് നമ്മൾ ഗ്ലൂക്കോസ് കഴിക്കുന്തോറും ശരീരം കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നുവെന്നും നമ്മൾ ഹൈപ്പർ ഇൻസുലിനീമിയയിലേക്ക് എത്തുന്നുണ്ട് എന്നും നമ്മളെ ശരീരം അറിയുന്നില്ല. പിന്നീടാണ് ഈ പ്രീ ഡയബറ്റീസ് എന്ന് പറഞ്ഞ സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്നത്. പിന്നീടാണ് ഒരു വ്യക്തി പ്രമേഹ രോഗി ആവുന്നത്.